നാശം പിടിച്ച ഫോൺ എപ്പോഴും അങ്ങ് സ്റ്റക്ക് ആവുമോ? മോനെ ഈ ഫോൺ അങ്ങ് മാറ്റി നമുക്ക് വേറെ വാങ്ങിയാലോ? എന്തൊരു പുതിയ ഫോൺ? ഈ പറഞ്ഞ 3 ഓപ്ഷൻസ് മാറ്റി കഴിഞ്ഞാണല്ലോ നിങ്ങളുടെ ഏത് പഴയ ഫോണും അടിപൊളിയായിട്ട് പാറിപ്പിറക്കും. അതെങ്ങനെ? ഞാൻ കാണിച്ചു. ഇതിനുവേണ്ടി ഈ പഴയ ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് ഈ അബൌട്ട് ഫോണിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ബിൽഡ് നമ്പർ കാണാൻ പറ്റും. അവിടെ ജസ്റ്റ് നമ്മളിങ്ങനെ കുറെ നേരം പ്രസ് ചെയ്യുമ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. ഏത് ഫോണായാലും ബിൽഡ് നമ്പർ കയറി ഇതേപോലെ നീക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഡെവലപ്പർ ഓപ്ഷൻ വരും. എന്നിട്ട് ബാക്ക് വന്ന് അഡീഷണൽ സെറ്റിംഗ്സ് വരുമ്പോഴത്തേക്ക് ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് കിടക്കുന്ന കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്തതിനു ശേഷം താഴോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ആനിമേഷൻ എന്നുള്ള കുറേ അധികം ഓപ്ഷൻ ഉണ്ട്. അതായത് വിൻഡോ ആനിമേഷൻ സ്കെയില്, ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയില്, ആനിമേറ്റഡ് ഡ്യൂറിംഗ് സ്കെയില്, ഈ സാധനം എല്ലാം ഓഫ് ആക്കിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഈ കിടന്ന ഓപ്ഷൻ ഉണ്ടോ ഫോഴ്സ് 4x MSAA, അത് ജസ്റ്റ് ഓഫ് ആയി കിടക്കുന്നത് ഓൺ ആക്കണം. ഇതിന്റെ കൂടെ തന്നെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസിംഗ് ലിമിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അത് കിടക്കുന്ന മാറ്റിയിട്ട് സ്റ്റാൻഡേർഡ് ലിമിറ്റ് ആക്കണം. ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫോണിനകത്തുള്ള ചെറിയ ചെറിയ ആനിമേഷൻസ് പ്രോസസിംഗ് ഒക്കെ ലിമിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ഫോൺ വർക്ക് ആവുന്ന രീതിയിലേക്ക് മാറും. അതുകൊണ്ട് തന്നെ ഈ എക്സിസ്റ്റിംഗ് ആ ഒരു ഹാങ് പോലത്തെ സംഭവങ്ങളൊക്കെ മാറിയിട്ട് സ്പീഡ് ആവും. ആഹാ, കൊള്ളാമല്ലോ, സ്പീഡായല്ലോ. അടിപൊളിയല്ലേ? പിന്നെ ഫോൺ പിന്നെ മേടിക്കാം കേട്ടോ. ഫോളോ ചെയ്താൽ ഇനിയും കിട്ടും അടിപൊളി കണ്ടന്റ്സ്.